ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ ലിസ്റ്റുകൾ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങളാണ്. 4 അല്ല, തിരുവനന്തപുരം ജില്ലയിലെ 5 മണ്ഡലങ്ങൾ, ടൗണിലെ 4 മണ്ഡലങ്ങളുമാണ് വളരെ കാച്ചിങ്ങായി ബി.ജെ.പി കാണുന്ന മണ്ഡലങ്ങൾ. നേമം രാജീവ് ചന്ദ്രശേഖർ അത് ആൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വി മുരളീധരൻ കഴിഞ്ഞ 2-3 വർഷമായി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ വി മുരളീധരൻ കഴക്കൂട്ടത്തുണ്ട്. അപ്പോൾ ബി.ജെ.പിയുടെ കാൻഡിഡേറ്റാണ്. പിന്നെ വരുന്നത് നഗരത്തിലുള്ള 2 മണ്ഡലമാണ്. അതിൽ വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രനോ ശ്രീലേഖ IPS കൃഷ്ണകുമാറോ അങ്ങനെ പല പേരുകളും കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് എമർജ് ചെയ്തിട്ടുള്ള മറ്റൊരു പുതിയ പേര്, അത് തിരുവനന്തപുരം സെൻട്രൽ, അതായത് പഴയ തിരുവനന്തപുരം ഈസ്റ്റ് ശങ്കരദാനമുള്ള മന്ത്രിയൊക്കെ ആയിരുന്ന, ട്രാൻസ്പോർട്ട് മന്ത്രിയൊക്കെ ആയിരുന്ന, അതിനുശേഷം ആൻ്റണി രാജു ഇപ്പോൾ ജയിച്ച് ഇപ്പോൾ MLA സ്ഥാനമൊക്കെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആൻ്റണി രാജുവിൻ്റെ മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരം സെൻട്രലിൽ പുതിയൊരു കാൻഡിഡേറ്റിൻ്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെറിയൊരു സൂചന നൽകിയതുമാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ഒന്നാമതായി വന്നിരിക്കുന്നത്. കരമന ജയൻ്റെ പേര് കയറി വന്നു. തിരുവനന്തപുരം സിറ്റി പ്രസിഡൻ്റായിട്ട്, BJP സിറ്റി മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള സിറ്റി ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള കരമന ജയൻ്റെ പേരാണ് അദ്ദേഹം നേരത്തെ പാറശാലയോടും നേരത്തെ മറ്റേ മത്സരിച്ച് തോറ്റിരുന്ന BJPയുടെ കാൻഡിഡേറ്റായിട്ട് വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളിലൊക്കെ ഉള്ള ആളാണ്, കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണ്. പക്ഷേ പിന്നെ തിരുവനന്തപുരം ഭാരതീയ ട്രസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമായി മറ്റൊരു പേരിന്ന് തിരുവനന്തപുരത്ത് ഉയർന്നു വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ചെങ്കൽ രാജശേഖരൻ നായർ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 2 ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒന്ന്, അദ്ദേഹം ഹിന്ദു സംവിധാനങ്ങൾക്ക് നന്നായി അദ്ദേഹം സാമ്പത്തിക സഹായം ഉൾപ്പെടെ, അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വപരമായ സഹായം ഉൾപ്പെടെ എല്ലാം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് 2 മനസ്സില്ല, ഒരേ ഒരു മനസ്സാണുള്ളത്. ആ ഹിന്ദുക്കൾക്ക് സഹായിക്കും പോലെ തന്നെ മറ്റ് സമുദായത്തിലെ ആളുകളെയും, ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ജാതിമത ഭേദമന്യേ എല്ലാവരെയും കാരുണ്യ പ്രവർത്തനത്തിലൂടെ സഹായിക്കുന്നതിൽ വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ചെങ്കൽ രാജശേഖരൻ നായർ. അങ്ങനെ എല്ലാവരും ഒന്നുമില്ല, ഒരുപാട് മുതലാളിമാരുണ്ട് ഇവിടെ. അവർ എന്തെങ്കിലും ചാരിറ്റി, CSRൻ്റെ ഭാഗമായി ചാരിറ്റി ചെയ്യും എന്നുള്ളതല്ലാതെ മറ്റെല്ലാം അവരൊന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല. പിന്നെ വല്ല പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പരിപാടികൾ ചെയ്യും. അതേസമയം ചെങ്കൽ രാജശേഖരൻ നായർ ഉദയസമുദ്രം ഹോട്ടലിൻ്റെ ഉടമയാണ്. തിരുവനന്തപുരം കവടിയാർ ഉദയ പാലസിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയാണ്. അതുപോലെ തന്നെ നിരവധി ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയത്ത് ഗണപതി കോവിൽ എത്രയോ വർഷങ്ങളായിട്ട് ആരും ശ്രദ്ധിക്കാതെ കിടന്ന 96 സെൻറ്റോളം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് പാളയം ഗണപതി കോവിൽ. പക്ഷേ അത് തൊട്ടടുത്ത് പാളയം പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, തൊട്ടപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ 96 സെൻറ്റ് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആരാണ് കൊണ്ടുപോയെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഒരു 6 സെൻറ്റിനകത്താണ് നിൽക്കുന്നത്. ആ ക്ഷേത്രത്തിൽ ഒരു 90 ലക്ഷം, 89-90 ലക്ഷം രൂപ കൊടുത്ത് വലിയ മുഖമണ്ഡപവും ഗേറ്റും അങ്ങനെ വലിയ പരിപാടികൾ ചെയ്തു. മുരുക സംഗമം തിരുവനന്തപുരത്ത് നടത്തി, അതിൻ്റെ ചെയർമാനായിരുന്നു. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നു, അതിൻ്റെ ചെയർമാനാണ്. ജനം TV-യുടെ MD ആണ്. പിന്നെ അതുപോലെ തന്നെ നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സ്കൂൾ സ്വന്തമായി നടത്തുന്നുണ്ട്. അങ്ങനെ സായി ഒരു ചെങ്കലിൽ തന്നെ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു മുതലാളി എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം സമ്പത്തുണ്ട്, സ്വത്തുണ്ട്, നല്ല ബിസിനസ് മാനാണ് അദ്ദേഹം. പക്ഷേ അതേസമയം തന്നെ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും അതോടൊപ്പം മനുഷ്യപ്പറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. തിരുവനന്തപുരം സെൻട്രലിൽ എന്തുകൊണ്ടും മത്സരിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഇനി നിർത്തുമോ ഇല്ല, നേരത്തെ അദ്ദേഹം മത്സരിച്ചിരുന്നു, പാറശാലയോ നെയ്യാറ്റിൻകരയോ മറ്റോ മത്സരിച്ചിരുന്നു. പക്ഷേ അത് BJP കാൻഡിഡേറ്റായിട്ട് ജയിച്ചില്ല. എന്നാൽ തിരുവനന്തപുരത്ത് അന്ന് അദ്ദേഹം ഇത്രയും പൊസിഷനുകൾ അദ്ദേഹത്തിനില്ല. പ്രസിദ്ധനാണ്, പക്ഷേ ഇത്രയും സ്ഥാനമാനങ്ങളൊന്നുമില്ല. ഇപ്പോഴാണ് കുറേ അധികം സ്ഥാനമാനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ജനം TV-യുടെ MD ആണ്. ഉദയ പാലസ്, ഉദയസമുദ്രം ഹോട്ടൽ, അതുപോലെ തന്നെ നിരവധി സംഘടനകൾ, തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെയും മുന്നിൽ ഒരു പേരായി തന്നെ ചെങ്കൽ രാജശേഖരൻ നായരുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അസംബ്ലിയിൽ വരേണ്ടതല്ലേ, ജയിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും BJP-യിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും കണ്ടുവരുന്നുണ്ട്. ഇതിനെ തുടർന്ന് അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ അദ്ദേഹം മത്സരിക്കുകയും കൂടെ ചെയ്താൽ നേമം, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ കഴക്കൂട്ടം, ഈ 4 മണ്ഡലങ്ങളും ഇപ്പോഴത്തെ പിന്നെ
കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും കോർപ്പറേഷന് 50 വാർഡുകളിൽ BJP ജയിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ BJP നിരവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി തീർച്ചയായിട്ടും വലിയ ഹൈപ്പുള്ള ഒരു ഹൈടെക് പ്രചരണമായിരിക്കും തിരുവനന്തപുരത്ത് കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ടെക്നോക്രാറ്റാണ് രാജീവ് ചന്ദ്രശേഖർ, മുൻ മന്ത്രിയാണ് V മുരളീധരൻ. അപ്പോൾ ഇവരാരും മോശക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ഹൈടെക് ആയിട്ടുള്ള രാജ്യം ശ്രദ്ധിക്കുന്ന പ്രചരണവും മറ്റ് പരിപാടികളും പ്രചണ്ഡമായി നടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ വളരെ കഴിഞ്ഞ ദിവസമാണ് ഒരു സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൽ വെച്ച് ഈ ചെങ്കൽ രാജശേഖരൻ നായരെ പരിചയപ്പെടുന്നത്. എത്ര നല്ല മനുഷ്യനാണ് അദ്ദേഹം, നന്നായി ബിഹേവ് ചെയ്യുന്നു. ഈ ഒരു മുതലാളിയുടെ തലക്കനോ ബഹളമോ ഒന്നുമില്ല, ഒരു സാമൂഹ്യ സേവകൻ്റെ ലൈനിലാണ് അദ്ദേഹം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് സെൻട്രലിൽ ചെങ്കൽ രാജശേഖരൻ നായരുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കരമന ജയനും കൂടെ ഉണ്ട്. ഇതിന് കരമന ജയന് പാർട്ടിയുടെ ചുമതലയൊക്കെ ഉള്ളത് കൊണ്ട് ചെങ്കൽ രാജശേഖരൻ നായർ ആയിരിക്കുമോ മത്സരിക്കുന്നത്, അതോ ഇനി ചെങ്കൽ രാജശേഖരൻ നായർ നെയ്യാറ്റിൻകരയിലോ പാറശാലയിലോ, കാരണം ചെങ്കൽ എന്ന് പറയുന്ന ഭാഗം അവിടെ ആണല്ലോ, തെക്കാണല്ലോ, അപ്പോൾ ഇനി അവിടെ മത്സരിക്കുമോ? എന്തായാലും സ്ഥാനാർത്ഥിയായി ഉണ്ടാകും. പക്ഷേ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ്. ഇതുപോലെ ഓരോ സ്ഥാനാർത്ഥികളും ഓരോ മണ്ഡലത്തിലേക്ക് വരുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. പുതിയ ആളുകളെയാണ് നമ്മൾ കൂടുതലും ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്ത് പുതിയൊരു കാൻഡിഡേറ്റ് കൂടി വരുന്നു എന്നുള്ളതും മാത്രമല്ല, ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, ആ മണ്ഡലത്തിൽ UDFും ജയിച്ചിട്ടുണ്ട്, LDFും ജയിച്ചിട്ടുണ്ട്. അത് ആരുടെ ഒരു കുത്തക മണ്ഡലമല്ല. ശങ്കരനാരായണപിള്ള നേരത്തെ നിന്ന് ജയിച്ചിട്ടുണ്ട്. VS ശിവകുമാർ അവിടെ നിന്ന് ജയിച്ചിട്ടാണ് അദ്ദേഹം മന്ത്രിയായത്, ആരോഗ്യവകുപ്പ് മന്ത്രിയായത്. ഇനി ഇപ്പോൾ VS ശിവകുമാർ തന്നെ ആയിരിക്കുമോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെന്നും അറിയാൻ കഴിയുന്നില്ല. ഇനി CPMൻ്റെ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ ആൻ്റണി രാജുവിന് മത്സരിക്കാൻ കഴിയത്തില്ല, കാരണം ഈ ജട്ടി കേസും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മത്സരിക്കാൻ കഴിയത്തില്ല. പിന്നെ അവിടെ ആരാണ് മത്സരിക്കുക എന്നറിയില്ല. എന്തായാലും CPM ആ സീറ്റ് എടുത്താൽ കൊള്ളാം എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു നല്ലൊരു ഭാഗം ഹിന്ദുക്കളും പിന്നെ ഈസ്റ്റ് വോട്ട് അടക്കമുള്ള പ്രദേശങ്ങൾ വരുന്ന നല്ലൊരു ഭാഗം ഹിന്ദുക്കളും പിന്നെ ഒരു ഭാഗം തീരദേശ ക്രിസ്ത്യാനികളുമാണ് ഉള്ളത്, ഈ മത്സ്യത്തൊഴിലാളികളുമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. എന്തായാലും ചെങ്കൽ രാജശേഖരൻ നായർ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് നടക്കും എന്നുള്ള, അല്ലെങ്കിൽ അതായിരിക്കും തിരുവനന്തപുരം സെൻട്രൽ എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത 1-2 ആഴ്ച കൂടി കാത്തിരുന്നു കാണാം.